ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ ദൈവത്തെ ആരാധിക്കാനായിട്ട്. അപ്പോൾ നമ്മളെ എല്ലാവരെയും ഇന്നിവിടെ കൂട്ടിവരുത്തിയ ദൈവം നല്ലവൻ. ഹല്ലേലൂയ. എത്ര പേര് പറയും ദൈവം നല്ലവനാണ്? അത് രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം, നമുക്ക് വചനത്തിൽ നിന്ന് കേൾക്കാം, അത് പഠിക്കാം. അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് അവൻ്റെ സന്നിധിയിലായിരിക്കാം. അപ്പം ഞാനൊരു വചനഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീത്തോസ് 3:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 3:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണ പ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ആമേൻ. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളിവിടെ രക്ഷിക്കപ്പെട്ട് ഇവിടെ ആയിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കഴിവല്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല യേശുവിനെ രക്ഷിക്കണമെന്ന്. പക്ഷേ നമ്മൾ യേശുവിനെ അറിയാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ അനേകം വലിയൊരു ചേറ്റിൻ്റെ കുഴിയിലായിരുന്ന കാലഘട്ടത്ത് യേശു നമ്മെ തേടി വന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ തേടി വന്ന് നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത്, ഇവിടെ പറയുന്നു കൃപയാലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, നമ്മൾ തേജസ്കരിക്കപ്പെടുന്നു. അവൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ നിത്യജീവന് അവകാശികളായി തീർന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ ഒരു അവൻ്റെ സ്നേഹം ഓർത്തുകൊണ്ട് ഈ സമയം അവൻ്റെ സന്നിധിയിലായിരിക്കാം. ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിനെ യേശു നമുക്ക് നൽകിയതും അവൻ്റെ കൃപയാലാണ്. നമ്മൾ ആവശ്യപ്പെട്ടതല്ല, പക്ഷെ അവൻ്റെ കൃപ അത്രയും വലിയ സ്നേഹമാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ഓർത്തുകൊണ്ട്, നമ്മളെ ദൈവം നടത്തിയ വഴികൾ ഓർത്തുകൊണ്ട്, ആ ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് അവൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ നല്ല സമയത്തിനായിട്ട് യേശുവപ്പ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളിവിടെ അങ്ങ് കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അങ്ങയ്ക്ക് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അങ്ങയുടെ കൃപ, ദൈവമേ, അത് അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ അർഹിക്കപ്പെടാത്ത ആ നന്മ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ദൈവമേ, സ്തോത്രം ചെയ്യുന്ന പിതാവേ, ദൈവമേ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് അങ്ങയുടെ കൃപയാലാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അങ്ങയുടെ വചനം പറയുന്നുവല്ലോ. കർത്താവെ, ദൈവമേ, ആ ഒരു വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയാൻ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ കൂട്ടായ്മയിൽ കർത്താവെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം യേശുവപ്പ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കാൻ പോവാണ്. ഇവിടെ ഈ പാട്ടിൽ പറയുന്നു, അവൻ്റെ സകലവും, നമ്മൾ ഇന്ന് നടക്കുന്നതും നമ്മൾ നിൽക്കുന്നതും എല്ലാം അവൻ്റെ കൃപയാണ്. നമ്മളെ ആപത്തിൽ താങ്ങിയത് അവൻ്റെ കൃപയാണ്. നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. ഇന്ന് ആരെങ്കിലും ഇവിടെ രോഗികളായിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് നമുക്ക് ഈ പാട്ട് പാടാം. രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ നമ്മുടെ യേശു നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. അവൻ സാത്താനെ തോൽപ്പിച്ചു. നമുക്കെതിരെ എന്ത് ശത്രുവാണ് വന്നതെങ്കിലും ആ ശത്രുവിനെ തോൽപ്പിക്കാൻ നമ്മുടെ യേശു ശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഇവിടെയുള്ള വരികളിൽ പറയുകയാണ്, ഞാൻ ജീവനോടിരിക്കുന്നത് അവൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. എത്ര പേര് പറയും, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കൃപയാണ്, അവൻ്റെ സ്നേഹമാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ തകർന്നു പോകാതെ എൻ്റെ ജീവിതത്തിൽ മുന്നേറുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ ബലഹീനനായിരുന്ന നേരത്ത് എനിക്ക് ബലം പകർന്നത് അവൻ്റെ കൃപയാണ്. എത്ര പേര് വിശ്വസിച്ച് ഈ പാട്ട് പാടും? ഞാൻ സകല അനുഗ്രഹങ്ങളും സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതും അവൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ അടിച്ച് ഈ പാട്ട് പാടാം. കൃപയേ, ദൈവകൃപയേ, കൃപയേ, കൃപയേ, ദൈവകൃപയേ, കൃപയേ, 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 ദൈവകൃപയേ, ആപത്തിൽ താങ്ങിയ കൃപയേ, ദൈവകൃപയേ, രോഗത്തെ സൗഖ്യമാക്കിയ കൃപയേ, ദൈവകൃപയേ, ആപത്തിൽ താങ്ങിയ കൃപയേ, ദൈവകൃപയേ, രോഗത്തെ സൗഖ്യമാക്കിയ കൃപയേ, ദൈവകൃപയേ, ശത്രുവേ തകർത്ത
കൃപയേ ദൈവകൃപയേ സാത്താനെ തോൽപ്പിച്ച കൃപയേ ദൈവകൃപേ ശത്രുവെ തകർത്തവൻ തകർത്ത കൃപയേ ദൈവകൃപയേ സാത്താനെ തോൽപ്പിച്ച കൃപയേ ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ ദൈവകൃപയാ ഞാൻ തകർന്നു പോകാത്തതും കൃപയാൽ ദൈവകൃപയാ ഞാൻ ജീവനോടിരിക്കുന്നതും ഒരുമിച്ച് പാടാം കൃപയാൽ ദൈവകൃപയാ ഞാൻ തകർന്നു പോകാത്തതും കൃപയാൽ ദൈവകൃപയാ ഞാൻ ബലഹീനനാകാത്തതും കൃപയാൽ ദൈവകൃപയാ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതും കൃപയാൽ ദൈവകൃപയാ ഞാൻ ബലഹീനനാകാത്തതും കൃപയാൽ ദൈവകൃപയാ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതും കൃപയാൽ ദൈവകൃപയാ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ എന്റെ ബലമല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ കഴിവിനാലല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ ബലത്താലല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ കഴിവിനാലല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ സർവവുമല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ നീതിയാലല്ല കൃപയാൽ ദൈവന്റെ സർവവുമല്ല കർത്താവേ എന്റെ സർവവുമല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ നീതിയാലല്ല കൃപയാൽ ദൈവകൃപയാ കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ ബലത്താലല്ല കർത്താവേ ബലത്താലല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ കഴിവിനാലല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ ബലത്താലല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ കഴിവിനാലല്ല കൃപയാൽ ദൈവകൃപയാ സർവവുമല്ല സർവവുമല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ നീതിയാലല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ സർവവുമല്ല കൃപയാൽ ദൈവകൃപയാ എന്റെ നീതിയാലല്ല കൃപയാൽ ദൈവകൃപയാ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ ദൈവകൃപയാ ഞാൻ തകർന്നു പോകാത്തതും കൃപയാൽ ദൈവകൃപയാ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ ദൈവകൃപയാ ഞാൻ തകർന്നു പോകാത്തതും കൃപയാൽ ദൈവകൃപയാ സാഹചര്യങ്ങൾ വന്നപ്പോഴും ബലഹീനനാകാത്തതും കൃപയാൽ ദൈവകൃപയാ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതും കൃപയാൽ
ദൈവകൃപയേ ദൈവത്തിന്റെ കൃപ കൃപയേ കൃപയേ ദൈവകൃപയേ ആരാധന 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 യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിച്ചോട്ടെ. യേശുവിനെ ആരാധന യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവമെന്റെ ദൈവം ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന യേശുവിന് ആരാധന ആരാധന യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ. എത്ര പേർ അവൻ ആരാധന സമർപ്പിക്കും? അവനോട് പറയും, യേശുവേ ദൈവമേ, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും കർത്താവെ അങ്ങേ ആരാധിക്കും. കർത്താവെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കും. കർത്താവെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ടല്ല കർത്താവെ. ദൈവമേ, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നത്. കർത്താവെ ദൈവമേ, ആ യോഗ്യനായ അങ്ങേ കർത്താവെ പൂർണ്ണമായിട്ട് ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് എത്ര പേർ പറയും? നമുക്ക് ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. വചനം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിപ്പോൾ സന്തോഷിച്ച് ആരാധിക്കാൻ പോകുന്നത് ലോകം തരുന്ന സന്തോഷത്തെ ഓർത്തല്ല, നമ്മുടെ ആത്മസന്തോഷത്തെ ഓർത്താണ്. നമ്മുടെ ആത്മീയ മേഖലയിൽ നമ്മുടെ ദൈവം നമുക്ക് പകർന്ന ആ ഒരു സന്തോഷത്തെ ഓർത്താണ്. യേശുവിനോട് പറയാം, കർത്താവെ, ആ ആത്മസന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കർത്താവെ, ഈ ലോകത്തിൻ്റെ സന്തോഷം കൊണ്ടല്ല, ദൈവമേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരാധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ സഹായിക്കണമേ. കർത്താവെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ. തിരുകൃപയല്ലോ ശരണമതെന്നെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെന്നെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ. മായാവി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജ്യം ചേരാൻ. മായാവി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജ്യം ചേരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യാൻ. ഉഷവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ പണിയുക പരനേ, തിരുഹിതം പോലെ. ഉഷവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ പണിയുക പരനേ, ഇഷ്ടം പോലെ
ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ, പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, തിരുകൃപയല്ലോ ശരണമതെന്നെ, വൻകടങ്ങളകറ്റാൻ കഴിവത് കൃപയാൽ, തിരുകൃപയല്ലോ ശരണമതെന്നെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള സന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ, ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനേ, തിരുഹിതം പോലെ കുശവന്റെ കയ്യിൽ കളിമണ്ണു പറയാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക. ലോകത്തിന്റെ സന്തോഷമല്ല, യേശു തരുന്ന സന്തോഷം ആത്മസന്തോഷമാണ്. അത് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷമാണ്. ഹല്ലേലൂയ. ജയത്തോടെ ജീവിതം കുശവന്റെ കയ്യിൽ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനേ, തിരുഹിതം സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം നമ്മളെ മധ്യയുള്ളതുകൊണ്ട് ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ കർത്താവേ. അവിടെയുള്ള ഓരോരുത്തരെയും കർത്താവേ ആത്മസന്തോഷത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജയാളികളായി ജീവിക്കുവാൻ കർത്താവേ, ശിക്ഷാദിന്റെ വഴികളിലൂടെയല്ല കർത്താവേ, ജയാളികളായി ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മസന്തോഷം, ആത്മിക മണ്ഡലത്തിലെ സന്തോഷം കർത്താവേ അങ്ങ് ഈ സമയം കർത്താവേ അനേകരുടെ മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ശക്തി അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനേ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ചേരാൻ, മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ചേരാൻ, മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ചേരാൻ, മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ചേരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യം എന്നിൽ പകരുക.
ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ദൈവമേ, ഒരു ആത്മസന്തോഷത്തോടെ കർത്താവേ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ അങ്ങ് സഹായിക്കണം. ദൈവം ഞങ്ങളുടെ ആത്മാവിൽ നിന്നുകൊണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് കർത്താവേ അങ്ങേ ആരാധിക്കുവാൻ സഹായിക്കണം കർത്താവേ. ഞങ്ങളെ തന്നെ കർത്താവേ, ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരികയാണ്. യേശുപ്പ, ഞങ്ങളുടെ വികാരം, മനസ്സ്, ഇച്ഛാമണ്ഡലങ്ങളിൽ കർത്താവെ അങ്ങ് കർത്തൃത്വം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവെ ദൈവമേ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങിൽ പറ്റിച്ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവെ ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ദൈവമേ അതിൽ പറ്റിച്ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. നമുക്ക് പാടാം, എന്നെ മുറ്റുമായി കർത്താവെ ഞാൻ അങ്ങേ സമർപ്പിച്ചു തരുന്നു. പൂർണ്ണമായിട്ടും കർത്താവെ, പൂർണ്ണമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും അവനെ സമർപ്പിച്ചു കൊടുത്ത്, വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം. ദൈവപിതാവെ, അങ്ങേ ഞാൻ എന്നും ആരാധിക്കും, എന്നും അങ്ങേ സ്തുതിക്കും. എൻ്റെ സർവസ്വവും അങ്ങയുടെ മുമ്പിൽ അണച്ച് ഞാൻ അങ്ങേ കുമ്പിടും കർത്താവെ. വചനം പറയുന്നു, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് അവനിൽ വസിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കുമ്പിടുന്നു കർത്താവേ. സകലതും അവന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എത്ര പേർ പറയാം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ സർവ്വവും സമർപ്പിച്ച് അങ്ങേ കുമ്പിടുന്നു. ഹല്ലേലൂയ. യേശുവേ നാഥ, ഞങ്ങൾക്കായി ജീവൻ നൽകിയവൻ യേശുവേ നാഥ, സർവസ്വവും
ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവാൻ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുവാൻ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. യേശുവിനോട് പറയാം, യേശുനാഥ, ഞാനൊരു ശിശുവായി കർത്താവേ അങ്ങയുടെ മുമ്പിൽ എന്നെ തന്നെ നൽകിയിടുന്നു കർത്താവേ. എൻ്റെ പാപങ്ങളെല്ലാം അങ്ങ് മോചിച്ചതിനാൽ കർത്താവേ, കർത്താവേ അങ്ങ് ഇത്രത്തോളം സ്നേഹിച്ചതിനാൽ കർത്താവേ, അങ്ങ് ഞങ്ങളിൽ വന്ന് വാഴണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവ. ഹല്ലേലൂയ. ശിശുവാ എന്നെ നിന്റെ മുന്നിൽ നൽകിയിടുന്നേ, എന്റെ പാപമേതും മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ, ആത്മാവിൽ നീ മനസ്സിൽ നീനാൾ വാഴേണം, ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൾ വാഴേണം. യേശുവിനെ ആരാധിച്ചിടാം, ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം, ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം, ആ പദമലരിൽ താഴുവീടുവൻ യേശുവേടാം, ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൾ വാഴണം, ആത്മനാഥ ഞാൻ, ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൾ വാഴ, ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൾ വാഴണം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് കർത്താവേ ഞങ്ങളിൽ വസിച്ച്, കർത്താവേ ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ അലിഞ്ഞു ചേർന്ന്, കർത്താവേ എന്ത് ഭാഗ്യമുള്ള, എന്ത് സന്തോഷമുള്ള, എന്ത് സമാധാനമുള്ളൊരു ജീവിതമാണ് കർത്താവേ. ആ ഒരു ബന്ധത്തിലേക്ക് കർത്താവേ ഞങ്ങളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോ ദിവസവും അതിനായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നന്മയും പ്രസാദവുമുള്ള അതിൻ്റെ പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവമേ, അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. ദൈവമേ, മാനുഷികമായ പല ചിന്തകളിലും കർത്താവേ ഞങ്ങൾ നടക്കാറുണ്ട്. എങ്കിലും കർത്താവേ തിരിച്ചു വരുവാൻ അങ്ങിൽ പറ്റിച്ചേരുവാൻ കർത്താവേ, അങ്ങയുടെ ക്ഷമ ചോദിച്ച് തിരിച്ചു വരുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ആ ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ ആ ലാക്കിലേക്ക് ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സകലതും ജീവൻ വെച്ച, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 16-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധനശേഖരത്തെപ്പറ്റി ഗലാത്യ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചത് തന്നെ നിങ്ങളും ചെയ്യുവിൻ. ആഴ്ചയുടെ 1-ാം ദിവസം നിങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടെ വരുമാനം അനുസരിച്ച് ഒരു തുക മാറ്റി സൂക്ഷിക്കണം. എങ്കിൽ ഞാൻ വന്നതിനു ശേഷം ധനശേഖരം നടത്തേണ്ടി വരികയില്ലല്ലോ. ഞാൻ വന്ന ശേഷം നിങ്ങളുടെ ദാനം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ കത്തുമായി അയക്കാം. ഞാനും പോകുന്നത് നല്ലതെന്ന് തോന്നിയാൽ അവർക്ക് എന്നോടുകൂടെ പോരാം. ഇത് ഏകദേശം AD 56-ാം ആണ്ടിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നതാണ്. അവിടെ കാണുമ്പോൾ ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ വന്ന ശേഷം നിങ്ങളുടെ ദാനം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ കത്തുമായി അയക്കാമെന്ന്. അപ്പോൾ അവിടെ യെരുശലേമിലേക്ക് ഒരു ദാനം കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ വിശുദ്ധർക്ക് വേണ്ടിയുള്ളൊരു ധനശേഖരണം, അത് യെരുശലേമിലേക്ക് കൊണ്ടുപോകാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഒരു കത്താണ്, ഒരു ഭാഗമാണത്. AD 70-ലാണ് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഈ ലേഖനം കൊരിന്ത്യ സഭയോട് പറഞ്ഞത്. ഇന്നിപ്പോൾ ന്യൂ ലൈഫിൻ്റെ മാതൃസഭയായ ബാംഗ്ലൂരിലെ സഭ പോലെ തന്നെ അന്ന് ലോകമെമ്പാടുമുള്ള ഒരു ചെറുകൂട്ടമാണെങ്കിൽ പോലും അന്ന് ലോകമെമ്പാടുമുള്ള സകല സത്യസഭകളുടെയും ഒരു മാതൃസഭയായിരുന്നു യെരുശലേമിലെ സഭ. എന്നാൽ കർത്താവിനെ അറിയാമായിരുന്നു അവിടെ ഒരു മാതൃസഭ അങ്ങനെ തന്നെ തുടങ്ങിയാൽ എല്ലാ വർഷവും ഇവർ ആണ്ടുതോറും അവിടെ ചെല്ലുമെന്നും അവിടെ എല്ലാം നമ്മളിപ്പോൾ മറ്റുള്ള ജാതികൾ ചെയ്യുന്നത് പോലെ എല്ലാ വർഷവും അവിടെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആത്മീക ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് മുന്നമേ തന്നെ, അതായത് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നു പോകുമെന്ന്. കാരണം യെരുശലേം എന്ന ദേശത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ അവർ തള്ളിക്കളഞ്ഞപ്പോൾ അത് ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും ദൈവം അത് വ്യാപിച്ചു, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ കാരണമായി. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് അത് അവിടെയുള്ള സത്യസഭകൾ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അതൊരു അനുഗ്രഹമായി തീരും. എന്നാൽ ദൈവം അതിനെല്ലാം ശിഥിലീകരിച്ച് അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞപ്പോൾ ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും സഭ വ്യാപിച്ചു. എന്നിട്ട് ഇവിടെ പറയുന്ന ആദ്യത്തെ വാക്ക് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തെ പറ്റി ഗലാത്യ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചത് തന്നെ നിങ്ങളും ചെയ്യുവനെന്ന്. അപ്പോൾ വിശുദ്ധർക്ക് വേണ്ടിയുള്ള ഒരു ധനശേഖരണമാണ് ഇന്ന് നമ്മളിവിടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ അതും വിശുദ്ധർക്ക് വേണ്ടിയുള്ള ഒരു ധനശേഖരണമാണ്. കാരണം ഇന്നിപ്പോൾ 2 സഭകൾ വൈപ്പിലും അതേപോലെ ഏലൂരിലും നമുക്ക് ദൈവം നമുക്ക് വേണ്ടി തന്നു. ഇനി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും പല ദേശങ്ങളിലേക്കും ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ എല്ലാം സഭ സ്ഥാപിക്കുവാനും അവിടെയുള്ള ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യുവാനും എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാം. നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കരങ്ങളിൽ എടുത്ത് പിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കർത്താവ് ഈ ദശാംശത്തെ അല്ലെങ്കിൽ സ്തോത്ര വഴിപാടിനെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കൊടുക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഇത് കൃത്യമായി തന്നെ കർത്താവെ ഞങ്ങൾക്ക് വിനിയോഗിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. അതുപോലെ കർത്താവെ, കൊടുക്കുവാൻ സാധിക്കാത്തവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ അവരെയും ദൈവം സഹായിക്കുമാറാകണമേ എന്ന് അവിടത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സ്പിരിച്വൽ കിങ്ഡം ഇപ്പോൾ ദൈവം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത് ആത്മീയ ദൈവരാജ്യമാണ്. സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം, അത് സ്ഥാപിക്കാൻ വേണ്ടിയ കർത്താവ് ഇന്ന് ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ ഈ നമ്മുടെ പരീശന്മാർക്കും യഹൂദന്മാർക്കും ആർക്കും അത് മനസ്സിലായില്ല. അവർ കണ്ടത് മുഴുവനും അക്ഷരികമായ രാജ്യത്തെക്കുറിച്ച്. റോമ പടയാളികളെ ഒക്കെ തല്ലിക്കൊന്ന് വെട്ടിക്കൊന്നിട്ട് അവർ രാജ്യം പ്രാപിച്ച് അധികാരിയായി വാഴുമെന്നൊക്കെ അവരുടെ തെറ്റിദ്ധാരണ. പുതിയ നിയമമൊക്കെ പഠിക്കുമ്പോൾ ആഴമായി ഇതേ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഞാൻ വിടുകയാണ്. അപ്പോൾ സ്പിരിച്വൽ കിങ്ഡം നമ്മുടെ അകത്ത് സ്ഥാപിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ശരി തന്നെയാ, ഇത് 1-ാം പടി മാത്രമേ ആകുന്നുള്ളൂ. മനസ്സാവോ? കർത്താവ് വന്നത് നമ്മുടെ അകത്ത് ആ കിങ്ഡം സ്ഥാപിക്കാൻ വേണ്ടിയാണ്.
ആ ഓർഡറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അത്രേ. ഹല്ലേലൂയ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ആരാ? ഏതിൽ? അതിൽ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തിന് പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ഏതിൽ? ദൈവരാജ്യത്തിനകത്ത്. അവിടെ എന്തൊക്കെയാ? അവിടെ തിന്നുക കുടിക്കുക പ്രശ്നമല്ല. ഇവിടുത്തെ വിഷയം നമ്മുടെ പുതിയ നിയമസഭ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള വിഷയം ഇവിടെ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മത്തായി 6:33 പറഞ്ഞില്ലേ, ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കുക, ഇതെല്ലാം നിങ്ങളുടെ പുറകെ വരും. ഏതൊക്കെയാ? തിന്നുക, കുടിക്കുക, ഉടുക്കുക എന്നുള്ള സകലതും നമ്മുടെ പുറകെ വരും. ഹല്ലേലൂയ. നമുക്ക് അന്വേഷിക്കാൻ പോലും അനുവാദമില്ല പുതിയ നിയമ ഭക്തന്മാർക്ക്. മത്തായി 6-ാം അധ്യായത്തിൽ പ്രാർത്ഥന പഠിക്കുമ്പോൾ 9-ാം വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, അവിടുത്തെ രാജ്യം വരണം, അല്ലെ, അവിടെ ഹിതം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയുക എന്നറിയാമോ? അന്നുള്ള ആഹാരം പുട്ടും കടലയല്ല. എന്റെ പാപം നിമിത്തം എന്റെ ദേഹി മല്ലപ്പെട്ടു പോയി, ദിശ അറിയില്ല എനിക്ക്, എങ്ങോട്ട് പോകണമെന്നറിയില്ല എനിക്ക്, എന്റെ ദേഹിക്ക് വഴികാട്ടുവാൻ അന്നുള്ള ആഹാരം എനിക്ക് വേണം. ആത്മീയ മന്ന അത് വെയില് മൂത്തിട്ടല്ല പറക്കേണ്ടത്, വെയിൽ ഉദിക്കുന്നതിന് മുമ്പേ പറക്കണം. അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും. അതിനെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വഴി കാണിച്ചു തരികയാ, ഒരു ദിവസം എനിക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുവാൻ എനിക്ക് ആ കൃപ നൽകുക ആ വചനത്തിലൂടെ. ഞാൻ വിട്ടുപോകുന്നു. അപ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നൊക്കെ അന്വേഷിക്കുന്നെങ്കിൽ ജാതികളാണ്. നമുക്ക് പറ്റിയ പണിയല്ലേ അതൊക്കെ, അല്ലേ? അത് ജാതികൾ അന്വേഷിക്കുകയാണ്. നമ്മൾ ദൈവരാജ്യം, ഇവിടെ പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. നമ്മൾ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ച പഠിച്ചു. എന്തു പറയാ? അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവൻ തന്നെ. ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം. ഏതിലാ? അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ. അതിലായിരിക്കണം നമ്മുടെ ജീവിതം, അതിനു വേണ്ടിയായിരിക്കണം. ആണല്ലോ. ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോകാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം പഠിക്കുമ്പോൾ നിക്കോദെമോസിനോട് പറയുന്ന കാര്യമുണ്ട്. എന്താ? ദൈവരാജ്യം കാണാൻ കഴിയും, ദൈവരാജ്യം കടക്കാൻ കഴിയും, പക്ഷേ ലേഖനങ്ങൾ മുഴുവനും അവസാനിച്ചു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ദൈവരാജ്യം അവകാശമാക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച്. ഹല്ലേലൂയ. ഈ ലേഖനം മുഴുവനും, അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്ന ഉപദേശം മുഴുവനും ഈ ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയാ. അതെവിടെയാണ്, എങ്ങനെയാണെന്ന് വേറെ കാര്യങ്ങളാണ്. എന്റെ കൂടെ ഉണ്ട് നിങ്ങൾ എല്ലാവരും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പറഞ്ഞതുപോലെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ, ഏത് രക്ഷിക്കപ്പെട്ടവന്റെ അകത്ത് അവന്റെ ആത്മാവിൽ ദൈവരാജ്യം വരികയാണ്, ക്രിസ്തു വരികയാണ്, പരിശുദ്ധാത്മാവ് വരികയാ, രക്ഷ വരികയാ, ദൈവജീവൻ വരികയാ, ഒക്കെ നമ്മുടെ ആത്മാവിൽ വരുന്നു. പക്ഷേ ആത്മാവല്ല മനുഷ്യൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹി. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന് ആത്മാവുണ്ട്, ശരീരവുമുണ്ട്. എന്നാൽ ഇത് രണ്ടുമല്ല മനുഷ്യൻ. മനുഷ്യൻ ജീവനുള്ള ദേഹി. അവന് ബുദ്ധി അല്ലെങ്കിൽ മനസ്സുണ്ട്, അവന് വികാരങ്ങളുണ്ട്, ഇച്ഛയുണ്ട്. ഇതിൽ നിന്നൊക്കെ ആ ഒരു രൂപമാണ് മനുഷ്യന്റെ രൂപം എന്ന് പറയുന്നത്. ആ ദേഹിയിലാണ് ഞാൻ വസിക്കുന്നത്, സ്വയം വസിക്കുന്നത്, അല്ലേ? ഞാൻ വസിക്കുന്നത് എന്റെ ദേഹി. ആ ദേഹിയിൽ ദൈവം രാജാവായി വാഴുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതിന്റെ രഹസ്യം. ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്റെ ആത്മാവിലുള്ള എല്ലാ ദൈവ കുഞ്ഞുങ്ങളുടെ അകത്തും, ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരുടെ അകത്ത് ആത്മാവിൽ ദൈവരാജ്യമുണ്ട്. അല്ലെങ്കിൽ ദൈവം രാജ്യം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാണ്. വീണ്ടും ജനിച്ചവരുടെ ഉള്ളിൽ. പക്ഷേ അതല്ല മനുഷ്യൻ. സോളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, മനുഷ്യന്റെ ബോഡിക്ക് ജീവൻ കൊടുക്കുന്ന, ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ലേവ്യപുസ്തകം 17:7 പറയുന്നു, രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് ഈ ശരീരത്തിന് ജീവൻ കൊടുക്കുന്നത് പോലെ തന്നെ എന്റെ ദേഹിക്കൊരു ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആ ഹൃദയത്തെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അത് പഠിക്കാൻ വേണ്ടി, ആ ഹൃദയത്തിന്റെ പ്രാധാന്യവും അതിന്റെ വിശേഷതയേറിയത് പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്പി വെച്ച് വെൽഡ് ചെയ്ത്, അല്ലേ, ദൈവം അതിനകത്ത് ഏറ്റവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ ഈ മനുഷ്യ ഹൃദയത്തെ, മണ്ണാങ്കട്ടയെ. അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, അല്ലേ, കമ്പിയൊക്കെ വെച്ച് വെള്ളി, പത്തവാരിയിലൊക്കെ വെച്ച് വെൽഡ് ചെയ്തിരിക്കുക. അങ്ങനെയെങ്കിൽ സദൃശവാക്യ കാര്യം പറയുന്ന 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. അവിടെ നിന്നല്ലോ ജീവന്റെ ഉറവ. ഏത് ജീവനാ? മനസ്സിലാവുന്നുണ്ടോ?
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ ഹൃദയം, അത് വസിക്കുന്ന ആ വ്യക്തിയുടെ പേരാ സോൾ എന്ന് പറയുന്നത്, അല്ലേ? ബൈബിൾ ക്ലാസ് വന്നവർക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ആ സോളിൽ, എൻ്റെ ഹൃദയത്തിൽ, ദേഹിയുടെ ഹൃദയത്തിൽ ദൈവം രാജാവായി ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ചോദിച്ചാൽ ഇന്ന് അനേക വിശ്വാസികളിലും അതില്ല. അതുകൊണ്ട് 7 സഭയോട് ദൂത് പറയുമ്പോൾ, അവസാന സഭയായ ലവോദിക്യ സഭയോട് പറയുമ്പോൾ 3:20 ഞാനത് വാതിൽക്കൽ വന്നു വിട്ടുന്നു, ആരെങ്കിലും വല്ല സ്വരം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവനോടും അവനോടും കൂടി അത്താഴം കഴിക്കുക. എത്രയോ വിശ്വാസികളുടെ അകത്തുനിന്ന് പുറത്ത് ക്രിസ്തുവായി പോയെന്നറിയാമോ? പണ്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ വിളിച്ചകത്ത് കയറ്റിയതാ, പക്ഷേ വഴിയാത്രയിൽ എൻ്റെ സ്വയം പൊങ്ങാൻ തുടങ്ങി, ഞാൻ ദൈവമായി മാറാൻ തുടങ്ങി, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ തുടങ്ങി. ദൈവത്തിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് തകർന്ന് തരിപ്പണമായി ദൈവം നമ്മെ വീണ്ടും പണിയാൻ തുടങ്ങുകയാണ്. ദൈവം ഉടക്കുന്നുവെങ്കിൽ വിചാരിച്ചാൽ മതി പണിയാൻ വേണ്ടിയ. എങ്ങനെ പണിയുവാൻ? അവൻ രാജാവായി നമ്മെ ഭരിക്കുന്ന ഒരു ജീവിതം. ക്ഷീണിച്ചു പോയോ നിങ്ങൾ ഇത്ര വേഗം? ക്ഷീണിച്ചില്ലല്ലോ. കാലാൾപ്പടയോട് ഓടിയിട്ട് വേഗത്തിൽ ഇത്ര പേര് ക്ഷീണിച്ചാൽ കുതിരപ്പടയോടുകൂടി നമ്മൾ എങ്ങനെ ഓടും? നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം നമുക്ക് വെച്ചിരിക്കുന്ന മനോഹരമായ അവകാശങ്ങളും വാഗ്ദത്തങ്ങളും എത്രയോ ഉന്നതമാണെന്നറിയാമോ? അവന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ നമ്മൾ വായിച്ച കുറിവാക്യം പണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വെളിപ്പാട് 3:21 ഞാൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിലായിരിക്കുന്നത് പോലെ നിങ്ങളും നമ്മളും ജയിച്ച് അവന്റെ സിംഹാസനം സ്വർഗീയ സിയോണിലേക്ക് വിളിച്ചിരിക്കുക എന്നെ നിങ്ങളെയും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പുതിയ ഭൂമിയിലേക്കോ പുതിയ സ്വർഗങ്ങളിലേക്കോ പുതിയ യെരൂശലേമിൽ പോലും നമുക്ക് പറയാൻ കഴിയത്തില്ല. അത്രയും ഉന്നതമായ വിളിയ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്രമാത്രം നാം ശുദ്ധീകരിക്കപ്പെടണം, എത്രമാത്രം ദൈവനീതിക്കൊത്തവണ്ണം ജീവിക്കാൻ പഠിക്കണം നമ്മളൊക്കെ. എൻ്റെ വാക്കുകൾ കൃത്യമാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴുവാനാ. അത് സ്ഥാപിക്കാൻ വേണ്ടിയ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ സംഭവിച്ചു പോയത്, വീണ്ടും അത് നിമിത്തം ഉടഞ്ഞു പോയത്, തലതിരിഞ്ഞു പോയ ആ സിസ്റ്റത്തിലേക്ക് വീണ്ടും കർത്താവ് മടക്കിക്കൊണ്ടുവരികയാണ്. ആണല്ലോ. ഞാൻ അല്പമായിട്ട് മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ അകത്ത് രാജാവായി വാഴുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സോളിന്റെ ഹൃദയത്തിൽ. ഹല്ലേലൂയ. അവിടെ നിന്നാണ് എൻ്റെ ജീവന്റെ പുറപ്പെടുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുവാൻ ദൈവത്തെ അനുവദിക്കണം. കാരണം ഇവിടെയാണ് ഏറ്റവും വലിയ സ്പിരിച്വൽ വാർഫെയർ നടക്കുന്നത്. ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ മറ്റെന്താ പറയുക, വ്യത്യസ്തമായ പല സ്ഥലങ്ങളിലും റോഡുകളിലും ഏതെങ്കിലും വ്യത്യസ്തമായ, ഇപ്പൊ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല, റെക്കോർഡുള്ളതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, എന്നാലും പറയുക, അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പോയി രാത്രി പ്രയർ റൈഡുകൾ നടത്താറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് രാത്രി കാലങ്ങളിൽ. അതൊക്കെ സ്പിരിച്വൽ വാർഫെയർ തന്നെയാണ്, പക്ഷെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനേക്കാൾ വലിയ ആത്മീയ യുദ്ധം ഇതിനകത്താണ്, എൻ്റെ ഹൃദയത്തിലാണ്. ഏറ്റവും വലിയ സ്പിരിച്വൽ വാർഫെയർ നടക്കുന്നത് ഇതിനകത്ത്, ജഡവും ആത്മാവും തമ്മിൽ. മനസ്സിലാവുന്നുണ്ടോ? എന്നും അവിടെ ജയജീവിതം വേണമെങ്കിൽ ആ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ, ഇല്ലെങ്കിൽ ഇതിലേക്ക് മടങ്ങി വന്നേ നമുക്ക് മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം പുതിയ നിയമസഭയുടെ എന്തെടുത്ത് നോക്കിയാലും, ഏത് ലേഖനങ്ങൾ എടുത്ത് നോക്കിയാലും അവിടെയെല്ലാം പറയുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു പ്രമാണത്തിൽ നമ്മെ നയിക്കുക. എന്തുമാകട്ടെ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വാഴുവാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞില്ല, കേട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. കാരണം ഇവിടെ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ് അത് ഗ്രഹിക്കുവാനും ഇതിൽ ജീവിക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം ഇതാണ് സത്യം. സത്യം അകത്തെ കയറിയില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യ ജീവിതം ഭയങ്കര താന്നും പൊങ്ങി നമ്മൾ ക്രിസ്ത്യ ജീവിതം പോകേണ്ടി വരും. ഓക്കെ, അല്പമായി നമ്മുടെ ചിന്താ വിഷയം എന്താ? ടോപ്പിക് എന്താ? എന്റെ കിരീടധാരണ ദിവസം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നത് മറന്നുപോയെന്നറിയാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ ഞാൻ ഇന്ന് സ്പിരിച്വൽ ആത്മീയ ദൈവരായത്തിനകത്ത് ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ തലയിന്മേൽ കിരീടം വരുമെന്ന് മോഹിക്കേ വേണ്ട. പിന്നെ വേണമെങ്കിൽ സ്വപ്നം കണ്ടോ, ചുമ്മാ കണ്ടിട്ടിരുന്നാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് ആത്മീയ ദൈവരാജ്യത്തിൽ ഞാൻ ജീവിക്കുന്നില്ലെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് അക്ഷരിക ദൈവരാജ്യത്തിൽ വാഴുവാൻ, അവനോടുകൂടെ വാഴുവാൻ കഴിയില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് സ്ഥാപിക്കാത്തടത്തോളം കാലം, ഇത് വരാത്തടത്തോളം കാലം, ദൈവത്തിന് എന്നെ ഭരിക്കുവാൻ അനുവദിക്കാത്തടത്തോളം കാലം നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയത്തില്ല. ക്ലിയർ ആണല്ലോ? ഇത് ഓർഡറാണ് ഇതിനകം. ഓക്കെ, വിട്ടുപോകുന്നു, നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോകുക. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യം,
അത് മുഴുവനും 1-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണെങ്കിൽ പോലും ഞാൻ ഒറ്റ വാക്യം മാത്രം വായിച്ചു വിടുകയാണ്. അതിന്റെ 5 വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യം. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇത് ഇസ്രായേൽ മക്കളെ കുറിച്ച് പഠിപ്പിക്കുന്ന, അവർക്ക് സംഭവിച്ച ഒരു വലിയൊരു പുസ്തകമാണ്, ഒരു വലുതാണ്. കാരണം ബൈബിളിനകത്ത് ഒരു കരച്ചിലിന്റെ പുസ്തകമുണ്ടെങ്കിൽ ഈ പുസ്തകമാണ്. അത് എന്താണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ പൊട്ടിക്കരഞ്ഞു പോകും. കാരണം അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ഞാൻ അതിനെ വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഇസ്രായേൽ മക്കൾ പറയാ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഞങ്ങൾ ഇന്നത് ചെയ്തു പോയി, ഞങ്ങൾ ക്ഷാമത്തിന്റെ കാഠിന്യ നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തുപോയി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളുടെ സ്ത്രീകൾ വഷളായി പോയി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. ദൈവത്തെ വിട്ടുപോയത് കൊണ്ട്. ഹലോ, ദൈവത്തെ എന്നിൽ ഭരിക്കുവാൻ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ എന്നെ ഭരിക്കാൻ തുടങ്ങും. മനുഷ്യരായത്തിന്റെ മേൽ ഭരിക്കുന്നത് ദൈവമല്ല, ഞാനുമല്ല, പിശാച. കാരണം 666 കേട്ടിട്ടല്ലോ, 6 എങ്ങനെ വന്നൊക്കെ അവിടെ തന്നെ ഉണ്ടത്. മനുഷ്യനാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വയമാണ് ഭരിക്കുന്നതെങ്കിൽ നമുക്ക് തോന്നും ഞാനാണെന്ന്. അല്ലേ അല്ല. 6th കിങ്ഡം ഭരിക്കുന്നത് പൈശാചികനാണെന്ന്. അവന്റെ എല്ലാ സ്വാധീനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പാപങ്ങളെ ജയിക്കാൻ കഴിയാതെ വീണും താന്നും മുങ്ങിക്ക് നമ്മൾ ഇരിക്കാറില്ലേ? ഉണ്ടോ നിങ്ങള്? എങ്കിൽ ഇവിടെ ചെറിയ പരിപാടി നോക്കിയാൽ മതി, വേറെ ഒന്നും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇന്ന് മനുഷ്യൻ പാപം ചെയ്ത് 6ാമത്തെ കിങ്ഡം കൈമാറിയത് പിശാചിനാണ്. നമ്മുടെ സോൾ വിശാലമാണ്, ഇന്റർനെറ്റ് പോലെ ഭയങ്കര വിശാലമാണ്. അവൻ അദൃശ്യ ലോകത്തിൽ ജീവിക്കുക നമ്മുടെ സോള്. നമ്മുടെ മനുഷ്യന്റെ 2 ഭാഗവും അദൃശ്യ ലോകത്തിൽ ജീവിക്കുകയാ. അയ്യോ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ 1 ഭാഗം മാത്രം 33.33% മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ദൃശ്യലോകത്തിൽ. ബാക്കി 66.666% അദൃശ്യ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ നമ്മൾ. നമുക്ക് ഈ ഒന്നിനു വേണ്ടി നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിക്കുന്ന അതിനുവേണ്ടി അധ്വാനിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം അത് അദൃശ്യമാണ്, അത് വിശ്വാസത്താൽ കാണേണ്ടതാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്, ഞാൻ വിട്ടുപോകുക. അപ്പൊ ഇസ്രായേൽക്ക് പറ്റിയ ഒരു അബദ്ധം നിമിത്തം ദൈവം അവർക്ക് കൊടുത്ത ആ കിരീടങ്ങൾ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മിസ്റ്റേക്ക് അവിടെ തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഞാൻ വിട്ടുപോകുക, സമയം മുന്നോട്ട് പോകുന്നു. 17-ാം വാക്യം പറയുന്നു, ഇതുകൊണ്ട് ഞങ്ങളുടെ കിരീടം നഷ്ടപ്പെട്ടു പോയി. ബാക്കി 16 പറയുന്നു, ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. 17-ാം വാക്യം പറയുന്നു, ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഈ രോഗം ചികിത്സിച്ചാൽ മാറുമെന്നേ, ഇനി മാറിയില്ലെങ്കിലും പ്രശ്നമില്ലെന്നേ. ഇതല്ലല്ലോ മനുഷ്യൻ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സൗഖ്യമായാൽ സ്തോത്രം, ആയില്ലെങ്കിലും സ്തോത്രം. കാരണം അകത്തെ സോളിന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ ദേഹിക്ക്, ഞാൻ എന്ന് പറയുന്ന എനിക്ക് രോഗം പിടിച്ചാലുണ്ടല്ലോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സോളിന്റെ രോഗം. ഡെലിവറൻസ് ക്ലാസ്സിലേക്ക് വന്നാൽ മതി, ആ രോഗത്തേക്ക് നമുക്ക് കാണാൻ കഴിയും. എന്തുമാകട്ടെ, അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിന്, ഈ ഹൃദയമല്ല, അറ്റാക്ക് വരുന്ന, ബ്ലോക്ക് വരുന്ന അല്ലേ? ഈ 30 മീറ്ററുള്ള ഞങ്ങൾ സൈറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഈ 30 മീറ്റർ ഓസ് ഉണ്ട്. ഈ 30 മീറ്ററേ നീളമുള്ളൂ. ആ ഓസ് മേടിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഭാര്യയും മക്കളെയൊക്കെ നടുക്ക് പിടിച്ചിരുത്തണം. കാരണം ഇടക്കിടക്ക് ഒടിഞ്ഞ് ബ്ലോക്കായി പോകും. എന്നാൽ 100,000-ഓളം കിലോമീറ്റർ ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ ഇരട്ടിയുള്ള 100,000 കിലോമീറ്റർ ഇതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇന്നും ബ്ലോക്ക് ആയിട്ടില്ല. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നമ്മുടെ ബോഡിക്കകത്ത് എത്രമാത്രം ദൈവത്തിന്റെ കരമുണ്ടെന്ന് അറിയാമോ? ഞാൻ വിട്ടുപോകുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങളുടെ കണ്ണ് മങ്ങിയിരിക്കുന്നു. ആ നിത്യന പ്രത്യാശയില്ല, അത് വിട്ടുപോയി. ഹൃദയത്തിനകത്ത് രോഗം പിടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സോളിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സോൾ ആ രോഗം ചികിത്സിച്ചില്ലെങ്കിൽ അത് നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകും. സോളിന്റെ ദേഹിയുടെ രോഗത്തെ ചികിത്സിച്ചില്ലെങ്കിൽ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? എന്തേ ബുദ്ധിമുട്ടുണ്ടോ? ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, എന്നിട്ട് പറയാ, യഹോവേ നീ ശാശ്വതമായും നിന്റെ സിംഹാസനം തലമുറയുമായിരിക്കുന്നു. നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത്? വാക്യം 22, നീ ഞങ്ങളെ അശേഷം ത്യജിച്ച് കളഞ്ഞിരിക്കുന്നുവോ? ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ? ഒട്ടനവധി വാക്യങ്ങൾ അവിടെ ഇസ്രായേൽ മക്കൾ ചോദിക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്കും ഭവിക്കുവാൻ ഇടയുണ്ട്. ഇത് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും ഓടി വന്നത്.
നമുക്ക് കിരീടം നഷ്ടമാകുവാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കണേ, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണേ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ, അവകാശങ്ങളിൽ ആ കിരീടം ഇവർ നഷ്ടപ്പെടുത്തിയതുപോലെ എനിക്കും നഷ്ടപ്പെടുത്തുവാൻ കഴിയും. ബാക്കി ശരിയല്ലേ? എനിക്കും നഷ്ടപ്പെടുത്തുവാൻ കഴിയുമെന്ന് മറന്നു പോകരുത്. ഇവിടെ ചോയ്സ് നമ്മുടേതാ. നമുക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കാം. നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഹൃദയത്തിലെ ഇഷ്ടത്തിന് വേണ്ടി അധ്വാനിക്കാം. രണ്ടും നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിന്താവിഷയം മാത്രം ഞാൻ പറഞ്ഞു പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യന്റെ മുമ്പിൽ, അത് ഏദൻ തോട്ടത്തിൽ പോലും 2 കാര്യങ്ങൾ വെച്ചു. മനസാക്ഷി യുഗത്തിൽ ദൈവം മനുഷ്യന് മുമ്പിൽ 2 കാര്യം വെച്ചു. ന്യായപ്രമാണ യുഗത്തിലും ദൈവം 2 കാര്യം വെച്ചു: ജീവനും മരണം. എന്തും ഏത് തലമുറയിലും ദൈവം മനുഷ്യനെ പരീക്ഷിച്ചറിയുവാൻ മനുഷ്യന് മുമ്പിൽ 2 കാര്യങ്ങൾ വെക്കും. ഇപ്പോൾ കൃപായുഗത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് 2 കാര്യങ്ങൾ. എന്തൊക്കെയാ? ഒന്ന് ബിരിയാണി ഉണ്ട്, ഒന്ന് ചോറ് കറിയുണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനെയാണോ? പിന്നെന്താ? നമ്മുടെ മുമ്പിൽ 2 വെച്ചിരിക്കുക. റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 13-14 വാക്യം പഠിക്കുമ്പോൾ ജഡവും ആത്മാവും. ജഡത്തിന്റെ പുറകെ പോയാൽ മരിക്കും, നരകം നിശ്ചയം. ആത്മാവിന്റെ പുറകെ പോയാൽ അവിടെ കിട്ടും. ഇവിടെയൊക്കെ ചോയ്സ് നമ്മുടെ മുമ്പിൽ വെക്കുക. നമുക്ക് തിരഞ്ഞെടുക്കാം. 3 വർഷ പീഡനകാലത്തിലും അവിടെയും ഉണ്ട്. 3.5 വർഷ കാലത്ത് അടുത്ത പീഡനകാലത്തിലും അതുണ്ട് അവിടെ. 1000 ആണ്ടിൽ പോലും ദൈവം മാനവരാശിയുടെ മുമ്പിൽ 2 കാര്യങ്ങൾ വെക്കുകയാണ്. അത് ദൈവത്തിന് അറിയാൻ വേണ്ടിയില്ല, നമ്മൾ ഏത് തിരഞ്ഞെടുക്കും എന്നറിയാൻ വേണ്ടിയാ. കാരണം ദൈവം മനുഷ്യനെ സോളിൽ നിർത്തിയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ക്ലാസ് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് പഠിക്കാം എന്ന് പാകട്ടെ. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ തലയിലെ കിരീടം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു വട്ടം കൂടി. ഉറക്ക പിശാചി പോയിട്ടില്ല, ഒന്നുകൂടി. അപ്പോൾ ഇസ്രായേൽ മക്കൾ അവർ സ്വയം അവരുടെ കിരീടം തകർത്ത് കളഞ്ഞു. നമുക്കും കളയാൻ കഴിയും. കളയാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷ ഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദവാക്യമാണ്, ഉപമയാണ്. നമുക്കറിയാം ലൂക്കോസ് 19-ാം അധ്യായം അതിൽ 11 മുതൽ 27 വരെ പഠിക്കുമ്പോൾ 10 ദാസന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കണമേ, ഒരു കുലീനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരെ യാത്ര പോയി. അല്ലേ? വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. ആ കുലീനായ മനുഷ്യൻ പോകുമ്പോൾ 10 ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 10 പേർക്കും ഓരോ വെള്ളിക്കാശ് അവർ കൊടുത്തു. ഞാൻ തിരിച്ചു വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ നിങ്ങൾ അതുവരെ നിങ്ങൾ വ്യാപാരം ചെയ്ത് നിങ്ങൾ സമ്പാദിക്കാൻ പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അല്ലേ? അങ്ങനെ ആ കുലീനായ മനുഷ്യൻ 19-ാം അധ്യായം വായിക്കുമ്പോൾ ആ കുലീനായ മനുഷ്യൻ പോയി മടങ്ങി വന്നു. കുറെ നാൾക്ക് ശേഷം മടങ്ങി വന്നു. അങ്ങനെ 10 പേരെയും വിളിച്ചു. 10 പേർക്കും 10 വ്യത്യസ്തമായ അനുഭവങ്ങൾ അവിടെയുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കും നമ്മുടെ കിരീടം നഷ്ടപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് ഞാൻ ഈ പറഞ്ഞേക്കട്ടെ, ഈ കുലീനായ മനുഷ്യൻ വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാ, നമ്മുടെ ആത്മമണാളനായ ക്രിസ്തുവാണ്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോയിട്ടേ ഉള്ളൂ. വന്നിട്ടില്ല. അവൻ വന്നോ? ഇല്ല. ഇന്ന് വേറെ പലരും പറയുന്നുണ്ട് യേശു രാജാവായതുകൊണ്ട് നമ്മളും രാജാക്കന്മാരുടെ മക്കൾ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ, പൊട്ടത്തെറ്റ. രാജാവാണെങ്കിൽ മറ്റവൻ രാജാവ്, അമ്മ വേറൊരു രാജാവ്. അവിടെ പിശാചിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലേ? കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്നത് 7ാമത്തെ കാഹളം ഊതുമ്പോൾ മാത്രമേ ഉള്ളൂ. ആഴമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നമ്മൾ എടുത്തതാ. അപ്പോൾ അത് നമ്മുടെ കർത്താവ് പോയപ്പോൾ നമുക്ക് 10 ദാസന്മാരല്ല, നമുക്ക് എല്ലാവർക്കും ഓരോ അല്ലെങ്കിൽ ഓരോ വെള്ളിക്കാശ് അല്ലെങ്കിൽ ഓരോ കൃപാവരം അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ആത്മലോകത്തിൽ ഒന്നുപോലും ഇല്ലാത്ത ഒരുവനും ദൈവസഭക്കകത്തില്ല. ആണല്ലോ? എന്തെങ്കിലും ദൈവം തരാതെ കർത്താവ് ഒരിക്കലും പോയിട്ടുമില്ല. ആണല്ലോ? അപ്പൊ എന്തുമാകട്ടെ, ആ കുലീനായ മനുഷ്യൻ നമ്മുടെ കർത്താവാകുന്നു. 10 പേരെ വിളിച്ചിട്ട് 10 വെള്ളിക്കാശ് കൊടുത്തതുപോലെ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഓരോ താലന്തുകൾ നൽകിയിട്ടുണ്ട്. അത് മൂടി വെക്കാൻ ഒന്നുമല്ല, അത് വ്യാപാരം ചെയ്യാൻ വേണ്ടിയാ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. ഈ 10 പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇന്നറിയത്തില്ല. ഇന്ന് നമുക്ക് നല്ലവണ്ണം അന്യഭാഷയൊക്കെ വായിലുണ്ട്, എല്ലാ സൗകര്യങ്ങളുടെ ഒക്കെ ഉണ്ട്. പക്ഷേ അടിയിൽ ക്രിസ്തുവുണ്ടോ? ആ ക്രിസ്തു എന്ന പാറയിന്മേലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് രാജാവായി വാഴുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ മനസ്സ് നമ്മെ ചതിച്ചു വെച്ചിരിക്കുക. പിശാച് പോട്ടെ, അത് വിട്ടേക്ക്. നമ്മുടെ മനസ്സ് പോലും നമ്മെ ചതിച്ചു വെച്ചിരിക്കുക. ഹല്ലേലൂയ. അത് നമുക്ക് വരാതിരിക്കുവാൻ ആ വിലയേറിയ
സ്വർഗത്തോളം വലിപ്പമുള്ള, ദൈവത്തോളം വലിപ്പമുള്ള ആ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈ കുലീനായ മനുഷ്യൻ 14 വാക്യം പറയുന്നു, 13 വാക്യം പറയുന്നു, അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അപ്പോൾ എത്ര ആൾക്കാരെ പിന്നീട് സംസാരിക്കുക. അപ്പോ യജമാനൻ അല്ലെങ്കിൽ കുലീനായ മനുഷ്യൻ ദൂരയാത്ര പോകുമ്പോൾ അവന്റെ പൗരന്മാരോ അവനെ ഇവിടെ പറയുന്നു വരുവോളം വ്യാപാരം ചെയ്തുകൊണ്ടൊരു എന്ന് പറഞ്ഞു. 14 വാക്യം പറയുന്നു, അവന്റെ പൗരന്മാരോ അവനെ പകച്ചു. ഇവൻ പോയിരിക്കുക. അവൻ പോയപ്പോൾ ഒരു കൂട്ടം പൗരന്മാർ, ഈ 10 പേരിൽ ഒരു കൂട്ടം, എത്രയെങ്കിലും ആവട്ടെ പിന്നീട് ചിന്തിക്കാം, ഒരു കൂട്ടം പൗരന്മാർ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? വാക്ക് ശ്രദ്ധിച്ചോ? 10 പേരിൽ ഒരു കൂട്ടം പറയുക, നീ ഞങ്ങൾക്ക് രാജാവൊന്നും ആകണ്ട, നീ തരാനുള്ള ഇങ്ങ് തന്നോ, ഞങ്ങൾ അത് പ്രകാരം ജീവിച്ചോളാം. ഓക്കെ, അവിടെ വിട്ടേക്കുക. ആ യജമാനൻ തിരിച്ചു മടങ്ങി വന്നപ്പോൾ ഓരോ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി. ഒന്നാമത്തേൻ വന്നു, അടുക്കൽ വന്ന് 16 വാക്യം, കർത്താവ് നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദാസനെ വിളിച്ചപ്പോൾ ആ ദാസനോട് ദാസൻ പറയുക, നീ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ റാത്തൽ കൊണ്ട് ഞാൻ 10 സമ്പാദിച്ചിരിക്കുന്നു. അവനോട് നമ്മുടെ കുലീനായ മനുഷ്യൻ ഈ കർത്താവ് പറയുന്ന വാക്യം, അവനോട് നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനാകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. മനസ്സിലായോ? അപ്പൊ ഒരുത്തനെ വിളിച്ച് പറയുക, അവൻ പറഞ്ഞു ഞാൻ നീ തന്നതുകൊണ്ട് ഞാൻ 10 നേടി. ആ യജമാനൻ അവനോട് പറയാ, നീ 10 പട്ടണങ്ങളിൽ വാഴു, നീ പോയി വാണോളാൻ പറയുക അവരോട്. രണ്ടാമത്തവൻ വിളിച്ചു, 18 വാക്യം, കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. അവന് കഴിവ് അല്പം കുറവാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ കഴിവൊന്നുമില്ലല്ലോ, ഇല്ലേ? ദൈവം കഴിവുള്ളതുപോലെ തന്നിരിക്കുന്നത്. മറ്റുള്ളവന് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അത് മോഹിക്കാൻ നമുക്ക് അനുവാദമില്ല. നമുക്ക് ഈ 10 പേർക്കും ഒരുപോലെ തന്നെയാണ് രക്ഷ, എല്ലാവർക്കും ഒരേ രക്ഷ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഞാൻ വിട്ടുപോകുകയാണ്, നമ്മുടെ വിഷയം വലിയ മാറിപ്പോകും. അപ്പോ നീ 5 സമ്പാദിച്ചിരിക്കുന്നു പറഞ്ഞു, നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്ക എന്ന് അവനോടും കൽപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ 10 പേരിൽ എത്ര പേരെ കർത്താവ് വിളിച്ചു? 2 പേരെ. ഒന്നാമത്തവൻ ഒന്നുകൊണ്ട് 10 നേടി, അവൻ 10 പട്ടണത്തിന് അധികാരിയായി മാറ്റപ്പെട്ടു. രണ്ടാമത്തവൻ വിളിച്ചു, അവൻ ഒന്നുകൊണ്ട് 5 നേടി, അവന് 5 പട്ടണത്തിന് അധികാരിയായി ഇരിക്കുവാൻ യജമാനൻ പറഞ്ഞു. അല്ലേ? ഇനി ബാക്കി 8 പേർ നമുക്ക് കാണാം. അല്ലെ? 8 പേർ കാണാം. വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. വാക്യം 20ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരുവൻ വന്നു, മൂന്നാമത്തവൻ. ആരാ? മറ്റൊരുവൻ വന്നു എന്ന് പറഞ്ഞാൽ മൂന്നാമത്തൊരുവൻ വന്നു. അവൻ പറയാ, കർത്താവേ ഇതാ ഞാൻ നിന്റെ റാത്തൽ, ഞാനത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതെന്താണെന്ന കാര്യം ആഴമായി വേറെ ചിന്താവിഷയമാണ്. അവൻ പറയുക, ഞാൻ ഉറുമാലിൽ, ഇവിടെ പറയുന്നു ഞാൻ റാത്തൽ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലേ? അവനോട്, ആ ഒരുത്തനോട്, മൂന്നാമത്തവനോട് പറയാം. 22ാം വാക്യം, അവനോട് ദുഷ്ടദാസനെ. തൊട്ടുമോളിൽ എന്താ 2 പേര് എന്താ വിളിച്ചത്? നല്ല ദാസനെ. ഇവിടെ എന്താ വിളിച്ചത്? ഇവനും താലന്ത് ലഭിച്ചവനാ. ഇവനും ആ കുലീനായ മനുഷ്യന്റെ ദാസനാണ്. വാക്തത്വം അവനും ഉണ്ടായിരുന്നു. പക്ഷെ ആ യജമാനൻ വിളിക്കുക, ആ ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. അവൻ പറഞ്ഞ ഓരോ വാക്കും എടുത്ത് പഠിച്ചാൽ അത്രയും ആഴമുണ്ട്. അവൻ യജമാനെ അറിയേണ്ടതുപോലെ അല്ല അറിഞ്ഞത്. അവന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മിസ്റ്റേക്കാണത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കർത്താവിനെ കുറിച്ച് എത്രമാത്രം അറിയാം? അല്ല, ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടത്. നമ്മുടെ കർത്താവ് വിളിച്ചവനെ കുറിച്ച് എത്ര മാത്രം നമുക്കറിയാം? അവൻ നമ്മുടെ പാപത്തിന് വേണ്ടി വന്നു മരിച്ചു എന്ന് മാത്രമാണോ? അവൻ നമ്മളെ കാത്തു പരിപാലിക്കുന്നു എന്ന് മാത്രമാണോ? ഓരോ ദിവസം എന്റെ ആവശ്യങ്ങൾ നടത്തി തരുന്നു എന്ന് മാത്രമാണോ? നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്, അവനെ കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ, അത് മാറിയും മതിയാകത്തുള്ളൂ പലതും. അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ മാറണം. ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട്. ഞാൻ മുന്നോട്ട് കടന്നു പോകുക.
ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ നീ അറിഞ്ഞുവല്ലോ. ഇന്ന് ഞാൻ വന്നു എന്റെ ദ്രവ്യം പലിശയോടുകൂടി വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാൻ എന്ത്? അവനോട് പറയാ. പിന്നെ അവൻ അരികിൽ നിൽക്കുന്നവനോട്, ആ റാത്തൽ എന്റെ പക്കൽ നിന്നെടുത്ത് 10 ഉള്ളവന് കൊടുപ്പൻ പറഞ്ഞു. വാക്യം 29, കർത്താവേ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉള്ളവന് ഞാൻ കൊടുക്കും, ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പറയുക, ദുഷ്ടദാസനെ എന്ന് കർത്താവ് അവനെ വിളിക്കുക. ഞാൻ പറഞ്ഞു, ഈ കുലീനായ മനുഷ്യൻ വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാ. അവൻ പോകുമ്പോൾ 10 ദാസന്മാരെ വിളിച്ചത് അത് വേറെ ആരുമല്ല, നമ്മയാ. അവൻ 10 പേർക്ക് ഓരോ വെള്ളിക്കാശ് ദാനം കൊടുത്തു. അത് നമുക്ക് തന്നിരിക്കുന്നത് ആ കൃപാവരങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയല്ല, അത് വ്യാപാരം ചെയ്യാൻ വേണ്ടിയാ. ഒരിക്കലും അവൻ വരും, അവൻ കണക്ക് ചോദിക്കും, അവൻ വിധിക്കുമെന്നുള്ള കാര്യം സത്യമായ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇനി നമുക്ക് ഞാൻ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് കടന്നു വരാം. ഒന്നാമത്തെ കാണാൻ കഴിയും. നമ്മൾ ആദ്യം കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലെന്ന് പറഞ്ഞ വേറൊരു കൂട്ടരുണ്ട്. 4 കൂട്ടരുണ്ട്. 1 10 നേടിയവൻ, 5 നേടിയവൻ, കുഴിച്ചിട്ടവൻ. 4മത്തെ ഒരു കൂട്ടുകാരാ ഇവിടെ പറഞ്ഞതുപോലെ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലെന്ന് പറഞ്ഞവർ. ഓക്കെ, ഇനി 4 പേരെ നമുക്ക് പഠിച്ചു നോക്കാം. ഒന്നാമത്തവൻ, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് ഞാൻ 10 സമ്പാദിച്ചിരിക്കുന്നു. നല്ല ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായത് കൊണ്ട് 10 പട്ടണത്തിന് അധികാരിക്കുക എന്ന് ദൈവം കൽപ്പിക്കുക. അല്ലേ? ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമാകട്ടെ, ഏത് കൃപാപരമാകട്ടെ, അത് വ്യാപാരം ചെയ്യാൻ വേണ്ടിയാണ്. ആ വാക്യം എടുക്കാൻ സമയം പോകും. ഞാൻ ദൈവാസന്മാർക്കുള്ള പാസ്റ്റേഴ്സ് മീറ്റിംഗ് എടുക്കുമ്പോൾ ഈ ഒരു ഉറുമാലിന്റെ വാക്കോടെ പറയുന്നുണ്ട്. ഒരു ഉറുമാൽ അരയിൽ കെട്ടിവെക്കും നമ്മൾ. ഒറ്റവാക്കി പറഞ്ഞാൽ, ഈ കോഫി എന്ന് പറഞ്ഞൊരു കടയുണ്ടല്ലോ, കോഫി എന്ന് പറഞ്ഞ കട, ഗവൺമെന്റിന്റെ ഇന്ത്യൻ കോഫി ഹൗസ്. നിങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയാൽ, എന്നെ വിളിച്ചു, ഞാൻ കൂടെ വരാൻ, കുഴപ്പമില്ല അല്ലേ? അവിടെ ചെന്നാൽ അറയിൽ ഒരു പട്ട പോലെയൊക്കെ പട്ട കെട്ടിയിട്ട്, അല്ലേ, അവരെ പട്ട കെട്ടിയിട്ട് അവർ ശുശ്രൂഷിന്ന് കാണാൻ കഴിയും. അതെന്താണെന്നറിയാമോ? പട്ട കെട്ടിയിട്ട് രണ്ട് വാല് പോലെ തൂങ്ങി കിടക്കും. അതെന്തിനാണെന്നറിയാമോ? ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ വിയർക്കുമ്പോൾ ആ തുണി പൊക്കിയെടുത്ത് ഇങ്ങനെ ഒപ്പും. ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതത്തിന്റെ മാർഗം. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥ മാർഗം അതാണ്. നമുക്ക് ഈ ആയുസ് വേർപ്പുണ്ടാകാം, കഷ്ടതയൊക്കെ നമുക്കുണ്ടാകാം, പക്ഷെ യജമാനു വേണ്ടി അധ്വാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കുഴിച്ചിടാനല്ല വിളിച്ചത്, അധ്വാനിക്കാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. കുഴിച്ചിട്ടാൽ പറയാൻ പോവുകയാണ് അതിനെ കുറിച്ചിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഞാനൊരു ജസ്റ്റ് വാക്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ആഴമായി പഠിക്കാൻ, നമുക്ക് പിന്നീട് ചിന്തിക്കാം അതിനെക്കുറിച്ച്. നമുക്കും അധ്വാനിക്കാൻ വിളിച്ചിരിക്കുക നമ്മളെ ഓരോരുത്തരെയും. ഹല്ലേലൂയ. അതിനുവേണ്ടിയാ തൻ്റെ ഏകജാതനായവന്റെ ജീവനെ കർത്താവ് കൊടുത്തത്. ഈ ഭൂമിയിൽ കർത്താവ് പോയപ്പോൾ അവൻ ഭൂമിയിൽ ഒരു ശരീരം പണിതിട്ടാണ് പോയത്. ആ ശരീരം നമ്മളാകുന്ന ശരീരമാണ്. ഓക്കെ, ഞാൻ വിട്ടുപോകുകയാണ്. അങ്ങനെ ഒന്നാമത്തവനെ ദൈവം കർത്താവ് ആ യജമാനൻ വിളിച്ചു, നീ നല്ല ദാസൻ എന്ന് വിളിച്ചു. രണ്ടാമത്തവനും വന്നു, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 സമ്പാദിച്ചു, നീയും വിചാരനായിരിക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 5 പട്ടണത്തിൽ നീ അധികാരിയായി വാഴുക എന്ന് പറഞ്ഞു. അത് രണ്ടും മാറ്റി വെച്ചേക്കാം, നമുക്കറിയാം അല്ലേ? ഓക്കെ, ബാക്കി 2 പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ? 2 പേരല്ല, 8 പേര് 2 കൂട്ടരാക്കി നമുക്ക് തിരിക്കാം. ഒന്ന്, മറ്റൊരുവൻ വന്നു, അല്ലേ, കർത്താവേ, നിന്റെ റാത്തൽ ഞാൻ അത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. യജമാനൻ നമുക്ക് നൽകിയ ആ കൃപാവരം ആ ഉറുമാലിൽ കെട്ടിവെക്കാനല്ല, ആ ഉറുമാൽ വരയിൽ ചുറ്റിയിട്ട് യജമാനു വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി, വിയർക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക നമ്മെ. പക്ഷെ അവൻ ചെയ്ത ഏറ്റവും വലിയ മടയത്തരമാണ്. മനസ്സിലാവുന്നുണ്ടോ? അവൻ ചെയ്തത് ആ അധ്വാനിക്കാൻ വേണ്ടി, ആ വിയർപ്പ് തുടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, ഞാൻ ആ വാക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക മാത്രമാണ്. നോക്കി, ആ വിയർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ തുടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉറുമാലിൽ തന്നെ അവന്റെ ആ ഒരു താലന്റ് കെട്ടിവെച്ചിട്ട് കുഴിച്ചിട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ദുഷ്ടദാസനെ എന്നൊരു വാക്ക് ആ യജമാനൻ അവനെ വിളിക്കുന്നത്. ആ പേർ എനിക്കും നിങ്ങൾക്കും വീഴാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തുറന്നു തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ തന്നത് അവന് വേണ്ടി വ്യാപാരം ചെയ്യാൻ വേണ്ടിയാണ്. അവന് വേണ്ടി വ്യാപാരം ചെയ്യാൻ, നമ്മുടെ യജമാനു വേണ്ടി ജീവിക്കുവാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മളിന്ന് പലപ്പോഴും റൂട്ട് തെറ്റി ഓടുകയാണ്. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് പണ്ട് ഒരു കാര്യം അന്ന് ക്ലാസ്സൊക്കെ എടുത്താൽ നല്ലോണം. നമ്മളിന്ന് ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ പുറകെ പോയി നമ്മൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. യജമാനു വേണ്ടി അധ്വാനിക്കാൻ ആരില്ല, നമുക്ക് വേണ്ടി നാം അധ്വാനിക്കുന്നത്, അല്ലേ?
ദശാംശം പോലും 10% കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് എവിടെയോ ഇന്ന് ഒരു മീറ്റിംഗ് പുറത്തു നടന്നപ്പോൾ അവിടെ പറഞ്ഞതാ, നമ്മുടെയൊക്കെ വീടിന്റെ മുമ്പിൽ, ഒരു ക്രിസ്ത്യാനിയുടെ വീടിന്റെ മുമ്പിൽ ഈശോ ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ രസമാ, നല്ല ബോർഡൊക്കെ വെച്ച് രസമാ, നല്ല കാര്യമാ, നല്ലത് തന്നെയാ. അവരുടെ വിശ്വാസം നല്ല വിശ്വാസമാ, തെറ്റായ വിശ്വാസം ഞാനൊന്നും പറയത്തില്ല. പക്ഷേ ഭയങ്കര ലാഭമാണത്. കാരണം മനുഷ്യന്റെ സൂത്രമാണ്, സ്തോത്രമല്ല സൂത്രം മനുഷ്യന്റെ മനസ്സിന്റെ. കാരണം ഒരു വാച്ച്മാനെ വീട് നോക്കാൻ നിർത്തിയാൽ അവന് 25,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒന്നും കൊടുക്കണ്ട, മോളിൽ തൂക്കിയിട്ടാ മതി. ഒന്നും മിണ്ടില്ല നിങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അടുത്ത കൂടി പറഞ്ഞേക്കാം, പറഞ്ഞ വിട്ടേക്കാം ഞാൻ വേഗത്തിൽ എങ്ങാട്. നോക്കിയേ, നമുക്കിപ്പോ ദശാംശം കൊടുക്കുന്ന പരിപാടിയാണല്ലോ, 10% കൊടുത്താൽ മതി. കാരണം അപ്പോഴും നമ്മൾ പറയും, കർത്താവേ നീ എൻ്റെ ബിസിനസിന്റെ പങ്കാളിയാ, നീ എൻ്റെ ബിസിനസിന്റെ പങ്കാളിയാ. നല്ല സൂത്രമാണത്. പാപത്തിൽ വീണ മനുഷ്യനെ നല്ലോണം അറിയാം, കണ്ടാൽ അറിയാം നമുക്കത്. നല്ല അല്ലേ, കർത്താവ് നീ എൻ്റെ ബിസിനസിന്റെ പങ്കാളി, പാർട്ണർ നീ എന്നെ. നല്ല കാര്യമാണ് പറയുന്നത്. നാട്ടുഭാഷ പറയാം, എന്ത് ഉടായിപ്പാന്നറിയാമോ? കാരണം അറിയാമോ, ഒരു ഷെയറിന് ഒരു പാർട്ണർഷിപ്പിൽ എടുത്താൽ പകുതി ഒരു 100 രൂപ ലാഭം കിട്ടിയാൽ 50 അവനും കൊടുക്കണം, 50 എനിക്കും കിട്ടത്തുള്ളൂ. കർത്താവിനെ പിടിച്ച് പാർട്ണറാക്കിയാലോ നമുക്ക് 90 കിട്ടും, ഭർത്താവിന് 10 കൊടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മിണ്ടില്ല നിങ്ങൾ, ഞാൻ വിടുന്നു, ഇനി അധികം പറയുന്നില്ല. എന്തുമാകട്ടെ, ഒരുത്തൻ വന്നു, അവനത് അവിടെ കുഴിച്ചിട്ടു. പക്ഷേ കർത്താവ് വിളിച്ച് ദുഷ്ടദാസനെ എന്ന് വിളിച്ചു അല്ലേ. ആ വിളി നമ്മൾ കേൾക്കാതിരിക്കണം. നമ്മൾ എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് വ്യാപാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിലും കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവരുടെ കൂടെയെങ്കിലും പോകുക, ഡ്രൈവറായിട്ടോ ഇല്ലെങ്കിൽ സഹായിയായിട്ടോ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, ഞാൻ വിടുകയാണ്. ഇനി ബാക്കി എത്ര പേരുണ്ട്? 7 പേർ. ഇപ്പോ 10ൽ 2 മാത്രം അക്കരെ കയറി, തലയിൽ കിരീടമായിട്ട്. ഒരെണ്ണം ദുഷ്ടദാസനെന്ന് വിളിച്ച് താഴേക്ക് പോയിരിക്കുക. ബാക്കി 7 പേരുണ്ട്. വല്ലാത്തൊരു ജീവിതമാണത്. 7ാമത്തെ അല്ലേ, 7 പേരെ കുറിച്ച് ഇവിടെ കാണാൻ കഴിയും. അവന്റെ പൗരന്മാരോ, വാക്യം വായിച്ചു ഓർമ്മയുണ്ടോ? കുലിനായ മനുഷ്യന്റെ ആയുധം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരെ പോയപ്പോൾ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല എന്ന് പറഞ്ഞവർ. വാക്യം ക്ലിയർ ആണ് അല്ലേ? അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ച് അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. എത്ര പേരാ? 7 പേർ. അവർ പറയാ, യജമാനനെ, കർത്താവേ, നിന്റെ കൃപാവരം ഇങ്ങ് തന്നേക്ക്, നിന്റെ അഭിഷേകം ഇങ്ങ് തന്നേക്ക്. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കാം, പ്രവചിക്കാം, വീര്യപ്രവൃത്തികൾ ചെയ്തോളാം. പക്ഷേ നീ എൻ്റെ ഹൃദയത്തിനകത്ത് രാജാവായി വാഴരുത്. ഞാനുണ്ട് ഇവിടെ, അതിനേക്കാൾ വലിയ രാജാവ് ഇവിടെ ഞാനുണ്ട്. മനസ്സിലായോ ഇല്ലയോ? മനസ്സിലാവുന്നു? ഞാൻ ഓടിച്ചു വിടുക, ഇത്ര ആഴമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാൻ വിട്ടുപോകുകയാണ് വേഗത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? 7 പേർ പറഞ്ഞത്, നീ ഞങ്ങൾക്ക് രാജാവാകണ്ട. നമ്മുടെ വിഷയത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വിഷയമായിട്ട്, നീ ഞങ്ങൾക്ക് രാജാവാകണ്ട, കൃപാവരങ്ങൾ തന്നേക്ക്, നിന്റെ നന്മകൾ തന്നേക്ക്, ഞാൻ എൻ്റെ ഉള്ളിൽ വസിച്ചോളാം. ഉൽപ്പത്തി പുസ്തകത്തിൽ സംഭവിച്ച ഏറ്റവും ഭയാനകമായ ഒരു സംഗതിയാണത്. നമ്മുടെ ഹൃദയത്തിൽ ഞാൻ രാജാവായി വാഴുന്നു, ഞാൻ തന്നെയാ എൻ്റെ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇവര് പറയുക, 7 പേര് പറയുക, നീ ഞങ്ങൾക്ക് രാജാവായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണ്ട, നിന്റെ എല്ലാ കൃപാവരം തന്നേക്ക്, അഭിഷേകം തന്നേക്ക്, ഒക്കെ ഞങ്ങൾക്ക് ഇരിക്കട്ടെ, പക്ഷെ നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ 7 പേർ. അവനോട് കർത്താവ് പറയുക, അവിടെ കാണാൻ കഴിയും, എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലാത്ത, വാക്യം ശ്രദ്ധിക്കണം നിങ്ങൾ, ഓരോ വാക്യം ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ, ഇപ്പോൾ അവരാരാ? യജമാനന്റെ ശത്രുവായി മാറി. ഇതേ വാക്യങ്ങൾ തന്നെയല്ലേ യാക്കോബ് 4:4 പറയുന്നത്? വ്യഭിചാരികളെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു അല്ലേ? എത്രയെത്ര വാക്കുകളാ നിങ്ങൾ പിതാവിനെ പ്രസാദിപ്പിക്കുന്നതിൽ എത്രയെത്ര വാക്കുകൾ ലേഖകർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ പറയാം, സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. എങ്ങോട്ട് പോയി? ഈ 7 പേർ എങ്ങോട്ട് പോയി? പറയും നിങ്ങൾ.
ഇതല്ലേ കർത്താവ് മത്തായി 7-ാം അധ്യായം 21, 22, 23 വാക്യം പഠിപ്പിക്കുന്നത്? എന്നെ നിങ്ങൾ കർത്താവേ കർത്താവേ എന്നൊക്കെ വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്റെ ഇഷ്ടം നിങ്ങൾ അറിയുന്നുണ്ടോ? അടുത്ത വാക്യത്തിൽ അഭിഷേകം നിമിത്തം, കൃപാവരം നിമിത്തം, ഈ താളം നിമിത്തം ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നത് പോലുമില്ല. പുതിയ നിയമത്തിൽ ആകെ 2 വാക്യമുള്ളൂ. മത്തായി 25-ലും ഇവിടെയും വാക്യം, 2 വാക്യം. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. ആ വാക്യം എടുത്ത് പഠിച്ചാൽ ഹൃദയം പൊട്ടിപ്പോവും. എത്ര ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഞാൻ നിന്നെ അറിയുന്നില്ല. നമുക്ക് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വന്ന് വാഴുവാനാ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ. അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴുവാൻ ദൈവം ആഗ്രഹിക്കുക. പക്ഷെ അതിന് സമ്മതമില്ലാത്ത 7 പേർ പറയുക, 7 പേരോട് കർത്താവ് പറയുക, ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നു കളയുവിൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരാളെയും ഈ 7 പേരെയും കർത്താവ് തള്ളിക്കളയുക. അതെ, ഇനി നമ്മൾ ഒറ്റ കണക്കെടുത്ത് പഠിച്ചാൽ, നമ്മളൊരു കണക്ക് ഞാൻ നിർത്താൻ പോവുക, കണക്കെടുത്ത് പഠിച്ചാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. 10 പേര് 100% നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പഠിക്കാൻ വേണ്ടിയാണ് 10 പേര് 100% നമുക്ക് എടുക്കാം. അതിൽ എത്ര ശതമാനം പേർ നിത്യതയിൽ കടന്നു, രാജാവായി സ്വർഗത്തിലേക്ക് കടന്നു? 2 അല്ലെങ്കിൽ 20%. ബാക്കി 80% എങ്ങോട്ട് പോയി ദൈവകുഞ്ഞുങ്ങളെ? പറ, നിങ്ങൾ പറ. കർത്താവ് തള്ളിയാൽ അത് തള്ളിയത് തന്നെയാണ്. ഞങ്ങൾ രാവിലത്തെ മോർണിംഗ് സർവീസിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വ്യത്യാസമുണ്ട്. ഞങ്ങൾ മാസങ്ങളേറെ പഠിച്ചുകൊണ്ടിരിക്കുക, സുവിശേഷത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, ഒരു പറ്റം ദൈവ കുഞ്ഞുങ്ങള് നരകത്തിലേക്കുള്ള യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുക. കാരണം ക്രിസ്തു ആഗ്രഹിച്ച, ക്രിസ്തു സ്ഥാപിച്ച ആ ദൈവരാജ്യത്തിൽ നിൽക്കാൻ കഴിയാതെ. എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് കർത്താവ് വാഴണ്ട, ഞാൻ വാണോളാം, ഞാൻ എൻ്റെ ഇഷ്ടമുള്ളത് ചെയ്തോളാം എന്ന് പറയുന്ന ദൈവകുഞ്ഞുങ്ങൾ. കാരണം ദൈവരാജ്യത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കൊരിന്ത സഭക്കാർ, ജാതികളല്ല, കൊരിന്ത സഭക്കാർ, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞു. എത്ര ഭയാനകമാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അത് കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം പിശാച്, ഈ ലോകത്തിൽ ദൈവം നമ്മുടെ അവിശ്വാസികൾ, കൊരിന്ത സഭക്കാരുടെ മനസ്സിനെ കുരുടാക്കിയത്. ജാതികളെ കുറിച്ചല്ല പറയുന്നത്, കൊരിന്ത സഭയെ കുറിച്ചാണ് പറയുന്നത്. എന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്നും അറിയുന്നില്ല, അറിഞ്ഞിട്ട് പോലുമില്ല. ഹല്ലേലൂയ. ഈ വിളി കേൾക്കാതിരിപ്പാൻ ഇന്ന് പകൽക്കാലം മനസ്സന്തരപ്പെടാം. നമുക്ക് മനസ്സാവുന്നുണ്ടോ? 80% പേര് നിത്യനാശത്തിലേക്ക് പോകുന്നത്. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ചും ലോത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മാത്രമേ ഇതിന് ഭവിഷ്യത്ത് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്യം വായിച്ചു വിടുകയാണ്. വെളിപ്പാട് 3:11 പറയുന്നു, ഫിലദെൽഫിയ സഭയോട് കർത്താവ് പറയുന്ന വാക്യം എന്താ? ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചു കൊള്ളുക. ഫിലദെൽഫിയ സഭയോട് കർത്താവ് പറയുന്ന വാക്യം, ഞാൻ വേഗം വരുന്നു. കുള്ളായ മനുഷ്യൻ പോയിരിക്കുകയാ, രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരാൻ പോകുകയവൻ. വരുമ്പോൾ ഇവിടെ പറയാ, ഞാൻ വേഗം വരുന്നു. 7ാമത്തെ കാഹളമൂതുമ്പോൾ, ശ്രദ്ധിച്ചേ, 7ാമത്തെ കാഹളമൂതുമ്പോൾ രാജ്യത്വം അവനും അവന്റെ വിശുദ്ധന്മാർക്കുമായി തീരും. അല്ലേ? അങ്ങനെയല്ലേ പണ്ട് പഠിച്ചത്? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം അതുവരെ ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഈ സഭയ്ക്ക് സംഭവിച്ചു പോയത് ആ കിരീടം നഷ്ടമാകാതിരിപ്പാൻ, എനിക്കും നിങ്ങൾക്കും ഭവിപ്പാതിരിപ്പാൻ ഇപ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ രാജാവായി സ്വീകരിക്കുക. നമുക്കിന്ന് ഒരു വട്ടം കൂടി നമുക്ക് വിളിക്കാം. പണ്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതാ, കർത്താവേ നീ എന്റെ ഉള്ളിൽ വരണമെന്ന്. പക്ഷേ ഏതോ വഴിയാത്രയിൽ ജഡമുയരുകയോ സ്വയം ഉയരുകയോ ചെയ്തപ്പോൾ അവനെ പിടിച്ച് പുറത്താക്കിയിട്ട് ഞാൻ തന്നെ, അല്ലെങ്കിൽ എന്നെ തന്നെ അകത്ത് കയറ്റിയിരുത്തുക. ഇന്ന് പകൽക്കാലം അവനെ നമ്മുടെ സ്വയത്തെ എടുത്ത് മാറ്റിയിട്ട് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാം. എത്ര തയ്യാറാണ്? ഹല്ലേലൂയ. നമ്മൾ ഈ ക്ലാസ് തുടങ്ങി വരികയാണ്. നമ്മൾ ഇന്ന് പതിയെ നമുക്ക് തുടങ്ങി വരികയാണ്. ഞാൻ ഈ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ആ 80% പേർക്ക് സംഭവിച്ചത് നമുക്ക് ഭവിപ്പാതിരിപ്പാൻ ഇന്ന് പകൽക്കാലം ഒരു മാനസാന്തര ദിവസമാകട്ടെ. ദൈവം നമുക്ക് ചാടി എടുത്തിരിക്കാം. നമുക്ക് എല്ലാം ബൈബിൾ താഴെ വെച്ചിട്ട് നമുക്ക്
യേശുനായകനേ എപ്പോൾ വരും ഓരോ ദിവസവും നമുക്ക് മാനസാന്തരങ്ങളുടെ ആവശ്യമുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതം മാനസാന്തരത്തിലേക്ക് മനതാപത്തിലേക്ക് കടക്കേണ്ടതാണ്. ഇന്ന് മുതൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? എല്ലാവരും എല്ലാ പരിശോധിച്ച് നോക്കി. എപ്പോൾ വരും വിശുദ്ധ സംഗമത്തിൽ വെണ്മവസ്ത്രം ധരിച്ചുയർന്ന വിശുദ്ധ സംഗമത്തിൽ സാവിലെ വന്നു ഹല്ലേലൂയ പാടുവാൻ സാവിലെ വന്നു ഹല്ലേലൂയ പാടുവാൻ പ്രിയുള്ള ഒരു ബുദ്ധിയുള്ള ഘടിയെ പോലെ നാം നമ്മെ തന്നെ പരിശോധിച്ച് അവന് വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. എപ്പോൾ വരും യേശുനായകനേ എപ്പോൾ വരും സുരേഷങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവംശത്തിൽ വീട്ടിൽ കുതിച്ചിടുമേ എൻ സ്വന്ത വീട്ടിൽ കുതിച്ചിടുമേ യേശുനായകനേ കരളടിച്ച പ്രത്യാശയോടെ മുന്നോട്ട് കൂടി യേശുനായകനേ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ പ്രത്യാശയിൽ ആ മനോഹരമായ ആ സ്വർഗത്തിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് സ്വർഗ വീട്ടിൽ എല്ലാ കടലുകളും പടച്ചോട്ടെ. എത്ര മനോഹരമായ ദൈവത്തിന്റെ സാന്നിധ്യം തൊട്ടനുഭവിക്കുന്ന സ്പർശനീയമായ അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ ആഴ്ചയുടെ 1 ദിവസം നമുക്ക് വേണ്ടി ഒരുക്കിയ മനോഹരമായ വിരുന്നിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, അവിടുത്തെ പുത്ര യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മീയ കുടുംബമായ സഹോദരങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മുകളിൽ കടന്നു വരികയാണ്. ഈ കർത്ത ദിവസത്തിൽ അങ്ങേ ആരാധിപ്പാനും അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും ഞങ്ങളൊക്കെ ഒരു അപ്പന്റെ മക്കളെന്ന് ഏറ്റു പറയുവാനും
അങ്ങ് നന്മയുടെ ഓഹരി അങ്ങയുടെ രാജ്യം പണിയുവാൻ അങ്ങയുടെ വിശുദ്ധന്മാർക്ക് നൽകുവാനൊക്കെ ആയിട്ടും തുടർന്ന് മാറ്റമില്ലാത്ത സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഞങ്ങളെ രക്ഷിപ്പാനും വിധിപ്പാനും കഴിവുള്ള ആ നിത്യ സത്യ വചനം കേൾക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് തന്ന കൃപക്കായി നന്ദി പറയുന്നു. ഇന്ന് കേട്ട ഓരോ വചനങ്ങളും കർത്താവേ, പറവകൾ വന്ന് കുത്തിക്കൊണ്ടു പോകാതിരിപ്പത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൽ മേൽ അത് പ്രകാശമായി തീരുവോളം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് മൂടുവാൻ, നിറയുവാൻ, ഞങ്ങളെ കർത്താവേ അത് ഗ്രഹിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിന്ന് എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മറ്റു രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, മറ്റു വ്യത്യസ്തമായ ശാരീരിക എല്ലാ അനുഭവങ്ങളും ഉള്ള കഷ്ടത ജീവിക്കുന്ന അനുഗ്രഹം ഞങ്ങളുടെ നടുവിലുണ്ട്. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കർത്താവ് സകലത്തിലും മതിയായവരെന്ന് ഒരു വട്ടം കൂടി ഏറ്റു പറയുക. ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുതകരം കാണുവാൻ, അങ്ങയുടെ സ്പർശനം കാണുവാൻ, അവിടുത്തെ സാന്നിധ്യം കൂടെയുണ്ടെന്ന് അവർക്ക് അനുഭവിച്ചറിയേണ്ടതിനാണ്. ഇന്ന് പകൽക്കാലം അങ്ങ് അവരെ സ്പർശിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വന്ന എല്ലാവരെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനോഹരമായ ചെറിയ ജീവിതം, ഏറിയാൽ 70-80 വർഷം ഞങ്ങളുടെ കർത്താവിന്റെ കാഹളം ധരിക്കുന്ന മുമ്പായിട്ട് ഈ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അല്പനിമിഷം മാത്രം കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ രാജാവായി വന്ന് വാണ് കർത്താവെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു രാജ്യത്തിന്റെ ഒരു അനുഭൂതി, ഒരു അനുഭവം ഞങ്ങളുടെ ഹൃദയത്തിൽ വരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിച്ചതുപോലെ കർത്താവെ, അങ്ങയുടെ ആത്മാവ് പഠിപ്പിച്ചതുപോലെ ആ 7 പേർക്ക് വന്നതുപോലത്തെ ഒരു ജീവിതം ഞങ്ങൾക്ക് വഹിപ്പാതിരിപ്പാൻ, ഇല്ലെങ്കിൽ ആ 80% പേർക്ക് വന്നതുപോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ, ആ നിത്യയെ ലാക്കാക്കി ഞങ്ങളുടെ ജീവിതം ഓടുവാൻ, ഈ ആയുസ്സിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ അവൻ രാജാവായി ജീവിച്ച് ഞങ്ങളെ ഭരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം മനസ്സാന്തരപ്പെട്ട് അനുദപിച്ച് കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ അയക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അവരുടെ ഹൃദയത്തോട് നീ സംസാരിച്ച കൃപക്കായി നന്ദി പറയുന്നു. ഒരു മനസ്സാന്തരം കൊടുത്ത് നന്ദി പറയുന്ന കർത്താവെ, ഇതിനുള്ള ചെറിയ ജീവിതം എന്റെ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, അവന് വേണ്ടി വിയർക്കുവാൻ, അവന് വേണ്ടി എന്റെ യജമാനു വേണ്ടി അധ്വാനിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ വെച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ ഞാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതുമേൽ അവിടുത്തെ അഭിഷേകം, ഉയരത്തിലെ ശക്തി അതുമേൽ ഇറങ്ങി വന്നു കർത്താവേ, ഈ നാളുകളിൽ അവരെ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്ന വലിയ കൃപക്കായി ഞാൻ സ്വർഗത്തിന് നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ അതിന്റെ പ്രവൃത്തികൾ ഓരോ ദൈവ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോകുന്നതും കർത്താവ് എന്റെ കൂടെ നടന്ന് ചെയ്യുന്നുവെന്ന് സാക്ഷ്യം കേൾക്കേണ്ടതിനാണ് യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ആ യജമാനു വേണ്ടി വിയർക്കുമ്പോൾ തുടക്കുവാൻ, ആ റൂമാൽ അരയിൽ കെട്ടുവാൻ ഇന്ന് സ്വർഗം സഹായിച്ച വലിയ കൃപക്കായി നന്ദി പറയുന്നു. അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തോടെ. നമുക്ക് ആശീർവാദങ്ങൾ വിളങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രാ ദൈവത്തിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളുടെ കൂടെയും ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെയും യേശുവിന്റെ മേഘപ്രത്യക്ഷത ഉണ്ടായിക്കുമാറാകട്ടെ. ആമേൻ. ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പാടാം. ആമേൻ. കർത്താവേ, വേഗം വരണമേ. മാറാ